ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം പറയാണ്. അപ്പോൾ ഒരു യുദ്ധം ഇപ്പോൾ ഒരുവിധം സോൾവ് ആയിട്ടിരിക്കുന്നു. പക്ഷേ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും കൂടെ എൻ്റെ ഒരു അനുഭവം കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് എൻ്റെ മക്കൾ എന്നോട് എന്താണ് കാട്ടിയത്, എന്താ പറയുക, ആ ഒരു യുദ്ധ സാഹചര്യത്തില് അവര് എനിക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാന് വിശേഷങ്ങൾ പറഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ അവരെയും കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. വെൽക്കം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും. അപ്പോൾ രണ്ട് VIP ആയിട്ടുള്ള വ്യക്തികളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ. ഒരാളെ എല്ലാവർക്കും അറിയാമായിരിക്കും, ആൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ്. അപ്പൊ ഞാൻ അവരെനിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ ഫോട്ടോ സഹിതം ഞാനിങ്ങനെ സൈഡിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ അവരെ പരിചയപ്പെടുകയും ചെയ്യാം. എനിക്ക് ഒത്തിരി 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 പ്രൗഡായിട്ട് തോന്നിയ ഒരു സാഹചര്യമാണ്. ഇവിടെ യുദ്ധ ഭീഷണിയിൽ ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും നമുക്ക് വലിയൊരു ആശ്വാസം ആയിട്ട് ആ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് സത്യസന്ധമായിട്ടും ഞാൻ തുറന്നു പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മളുടെ ഒരു സന്തോഷമായ മൊമെന്റ് ഒന്ന് അറിയിക്കണ്ട എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാനിങ്ങനെ കുറച്ച് പോട്ടെ പിന്നീട് അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിക്ക് ഞാൻ വീഡിയോ ചെയ്തെങ്കിലും എനിക്കത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല. സോ ഞാനതിനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. എൻ്റെ VIPs ആയ രണ്ട് VIPsനെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവരുടെ പിക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ അവരെനിക്ക് വേണ്ടിയിട്ട് അയച്ചു തന്ന സംഭവങ്ങൾ അതും കൂടെ ഞാൻ കൊടുക്കാം. പിന്നെ അതിനുശേഷം ഞാൻ വീഡിയോസ് ഇതിൻ്റെ പുറകിലേക്ക് വരും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്തിട്ട് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ. ഹലോ, ഇന്ന് ഞാൻ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് പറയുന്നതിനോട് എനിക്ക് ഒത്തിരി സന്തോഷം, അതിലേറെ അഭിമാനവും തോന്നുന്നൊരു നിമിഷമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, വേറെ ആരുമില്ല, എൻ്റെ മക്കളാണ്. എൻ്റെ രണ്ട് മക്കളെയും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിന്ന്. അതിലൂടെ അവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഒത്തിരി അഭിമാനത്തോടെയും ഒത്തിരി സന്തോഷത്തോടെയും ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാം കാണണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇസ്രായേലിൽ ഒരു അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണല്ലേ. അപ്പോൾ അതിനിടയിൽ കൂടെ എനിക്ക് പിറന്നാളായിരുന്നു. അപ്പോൾ എൻ്റെ 40 വയസ്സായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് പ്രായം പറയണ്ടെന്ന്. പ്രായം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ, പ്രായം പറയാതിരുന്നതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ എനിക്കറിയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ആ ഒരു സമയത്ത് അവർ നാട്ടിലും ഞാനിവിടെയാണ്. അപ്പോൾ അവർ എനിക്ക് തന്ന ട്രീറ്റ്, അവർ എന്താ ട്രീറ്റ് തന്നത് എന്നുള്ളത് നിങ്ങളും കാണണ്ടേ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരുടെ അമ്മ ആയതിൽ അഭിമാനം കൊള്ളാണ്. കാരണം ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എന്നെ ട്രീറ്റ് ചെയ്ത ഒരു കാര്യത്തിലല്ല, തീർച്ചയായിട്ടും നമ്മൾ അടുത്തില്ലാതിരുന്നിട്ട് പോലും അവരുടേതായ ആ ഒരു കെയറും അവരുടേതായ ഒരു സ്നേഹം അതൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാകും. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് പോലെയാണ് കേട്ടോ. എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും
ഷെയർ ചെയ്യുന്ന നല്ല കൂട്ടുകാരാണ് ഞങ്ങൾ. അതുപോലെ എല്ലാവരും ആകണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. സോ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും അവരെനിക്ക് എന്തൊക്കെയാണ് സർപ്രൈസായിട്ട് ഒരുക്കിയത് എന്നുള്ളതും കൂടെ കാണാം. അതൊരു സർപ്രൈസ് ഞാൻ തികച്ചും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. കാരണം ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ അവരവിടെ ആയിരിക്കുന്നു, അത് 2 കുട്ടികളാണ്. അപ്പോൾ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരിതാണ്. സാധാരണ ഞാനാണ് എപ്പോഴും സർപ്രൈസ് അവർക്ക് ചെയ്യാറ്. ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ അവരെനിക്കൊരു സർപ്രൈസ് തന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കെന്താ പറയാനായിട്ട് കൂടുതൽ വാക്കുകളൊന്നുമില്ല. നമുക്കിത് ബാക്കി വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വന്നത് കേട്ടോ. നല്ല സോ ക്യൂട്ടായിട്ടുള്ള ടെഡി ബെയറൊക്കെ വെച്ചിട്ട് നല്ല സോ ക്യൂട്ടായിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് പാവം കഷ്ടപ്പെട്ട് ചുമന്ന് കൊണ്ടുവന്നു. കഷ്ടപ്പെട്ട് തിരഞ്ഞു പിടിച്ച് ഒരു ബേസ് ബോർഡൊക്കെ ഒപ്പിച്ച് അപ്പം നല്ല ക്യൂട്ടായിട്ട് പാക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ഗ്രീറ്റിംഗ് കാർഡും പിന്നെ നമ്മൾ കുഞ്ഞൊരു റെഡ് ടെഡി ബെയറൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് എൻ്റെ പാക്കറ്റ് വരുന്നത്. നന്നായിട്ട് ഞാൻ നേരത്തെ ഒരു വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വോയിസ് ഞാൻ മൈക്ക് ഓൺ ചെയ്യാതെ ചെയ്തതുകൊണ്ട് അത് പിന്നെ ഞാൻ വോയിസ് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ അത് അൺബോക്സിങ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞു അതൊന്നും വേണ്ട അമ്മ, എന്തിനാ അതൊക്കെ എന്ന് പറഞ്ഞിട്ട് അവർ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും എനിക്ക് എൻ്റെ മക്കൾ എന്നോട് ചെയ്ത കാര്യം, അല്ലെങ്കിൽ അവരെ എനിക്ക് ആദ്യമായിട്ടൊരു സർപ്രൈസ് തന്നൊരു കാര്യം എനിക്കതൊന്നും നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇവിടെ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഇടയിൽ അവരത് ചെയ്യാൻ അവർക്ക് അതിനുള്ളൊരു മനസ്സുണ്ടായതും അതുപോലെ അവർ പറഞ്ഞ ഉടനെ അത് ചെയ്തു തരാൻ ഒരു മനസ്സുണ്ടായ കുട്ടിക്ക്, എൻ്റെ മൂത്ത മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ ഒരു ചേച്ചി ഇവിടെ ഹൈഫയില് വർക്ക് ചെയ്യുന്നതാണ്. ഹൈഫയില് വർക്ക് ചെയ്യുന്ന ആ കുട്ടിയോട് വിളിച്ചിട്ടാണ് ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ പോലും അറിയുന്നില്ല. കാരണം എപ്പോഴെപ്പോഴും ഞാനാണ് അവർക്ക് സർപ്രൈസ് ചെയ്യാറ്. ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്, അതും ഇത്രയും ദൂരം താണ്ടി നിൽക്കുന്ന എനിക്ക് ഫസ്റ്റ് ടൈമാണ് എനിക്കൊരു സർപ്രൈസ് വരുന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് നോക്കുന്നുണ്ട്. അപ്പം കുഞ്ഞൊരു ടെഡി ബെയർ നല്ല റെഡ് കളറിൽ റോസാ പൂവൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഗിഫ്റ്റിന്റെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, അത് ഞാനിതിൽ കാണിക്കാം. അപ്പം നിങ്ങളത് കണ്ടോളൂ. അപ്പോൾ എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. അത് മൂത്തവൾ ഇപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞു. ഇപ്പോൾ അവൾ നേഴ്സാണ്. പഠിച്ചതും ഫുള്ളും ബാംഗ്ലൂരാണ്. അവളുടെ പേര് ബിഗ്ന ജെ ഫ്രാൻസിസ് എന്നാണ്. ഇപ്പൊ നാട്ടില് അപ്പൻ്റെ കൂടെ നാട്ടിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ വർക്കിന് പോകും. അങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. പിന്നെ ഇളയവള് വിദ്യ ജെ ഫ്രാൻസിസ്, അവളെ ചിലർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും. അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. അവളിപ്പോൾ നിലവിലെ ഫാഷൻ ഡിസൈനറാണ്. സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വർക്കിനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആളിപ്പോ ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ എനിക്ക് തന്ന ഗിഫ്റ്റിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇപ്പൊ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വിഷിംഗ് കാർഡൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് എന്നാ പറയാനാ മലയാളത്തിലൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് അവിടെ നിന്ന് മേടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാലോ. പക്ഷെ അത് ഈ ഒരു സാഹചര്യത്തില് അതുമല്ല, അവർക്ക് വേറെ ഒരുപാട് ആൾക്കാരൊന്നും അങ്ങനെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ള സമയത്ത് അങ്ങനെ ആ കുട്ടി ഹൈഫയിൽ ജോലി ചെയ്യുന്ന ആ കുട്ടിയോട് പറഞ്ഞിട്ട് അവളുടെ ഇതനുസരിച്ചിട്ടാണ് ഇവര് ഇത്രയും പ്ലാൻഡ് ആയിട്ട് എനിക്ക് ഈ ഗിഫ്റ്റ് അയച്ചു തന്നതല്ല, അവരിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ആ കുട്ടി അത്രയും സഹനത്തോടുകൂടി എല്ലാം ടൈമൊക്കെ കണ്ടെത്തി ഗിഫ്റ്റൊക്കെ മേടിച്ചു പാക്ക് ചെയ്ത് എൻ്റെ പിറന്നാളിൻ്റെ അന്ന് തന്നെ എൻ്റെ വാതിലിൽ വന്നിട്ട് മുട്ടുമായിരുന്നു. കാരണം മക്കൾക്ക് ഞാൻ ജോലി ചെയ്യുന്ന ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാം. സോ അവരെ ലൊക്കേഷനൊക്കെ കൊടുത്തിട്ട് കുട്ടി എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടി. ഞാൻ അതിശയിച്ചു പോയി. എനിക്ക് ആ കുട്ടിയെ പോലും അറിയത്തില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞു, രേഖകളൊക്കെ പറഞ്ഞപ്പോ
അപ്പൊ അന്നേരം തന്നെ മക്കൾ വിളിച്ചപ്പോഴാണ് പറയുന്നത് സർപ്രൈസ് ആണ്, അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും ഇത് സമ്മതിക്കാൻ പോകുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ സർപ്രൈസ് ആയിട്ട് ചെയ്തത്. എപ്പോഴെപ്പോഴും അമ്മയല്ലേ ഞങ്ങൾക്ക് സർപ്രൈസ് ചെയ്യുന്നത്, അപ്പോൾ ഫസ്റ്റ് ടൈം അമ്മയ്ക്കൊരു സർപ്രൈസ് തരാമെന്ന് ഞങ്ങൾക്കും തോന്നി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്തത്. ശരിക്കും അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു, ആ കുട്ടിയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വരുമെന്നോ, എനിക്കറിയാത്ത ആളാണ് അത് കൊണ്ടുവരുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, ഞാനിങ്ങനെ പിറന്നാളുകളൊന്നും ഇങ്ങനെ ആഘോഷിക്കാറില്ല, അങ്ങനെ ആഘോഷിക്കാൻ ഒരുപാട് അങ്ങനെ ഇഷ്ടമുള്ള കൂട്ടത്തിലും അല്ല ഞാൻ. പക്ഷെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ 40 വയസ്സാകുമ്പോഴേക്കും എൻ്റെ മക്കളുടെ അടുത്തൊന്ന് നിന്ന് അവരുമായിട്ടൊന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല, നിർഭാഗ്യവശാൽ. ഒരുപാട് നിർഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്, അത് വേറെ കാര്യം. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അവരിത്രയും എന്താ പറയാ, ഓരോ ഗിഫ്റ്റുകളും ഓരോ ഒരു പൈസ, 1 രൂപയുടെ ഒരു സംഭവം ആയാൽ പോലും നമ്മളുടെ മക്കള് നമുക്ക് തരുമ്പോൾ അത് എത്രയോ വിലമതിക്കാനാകാത്ത സമ്മാനങ്ങളാണ്. അതും സർപ്രൈസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്തോ ഭയങ്കരമായ ഒരു ഫീലിംഗ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുന്നത്. അത് ഞാൻ വളരെ 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 ഹാപ്പിയാണ്. അപ്പോ ഞാൻ എപ്പോഴും അവർക്ക് സർപ്രൈസ് കൊടുക്കാറുണ്ട്. അപ്പൊ അവര് പറയും, അമ്മ ഇനി സർപ്രൈസ് ഒന്നും വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് അറ്റാക്ക് വരും എന്നൊക്കെ പറയും. കാരണം ഞാൻ പിറന്നാളിനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരെ ഒരു അച്ചീവ്മെന്റ് മൊമെന്റ്സ് പഠന മേഖലയിലായാലും എപ്പോഴും ഇങ്ങനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എല്ലാവരും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. സമ്മാനങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ മക്കളെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം, അത് അവർക്കൊരു സന്തോഷമാണ്. അപ്പോ ഇപ്പൊ നമ്മൾ ഇത്ര അകലെ ആയിട്ട് പോലും നമ്മുടെ മക്കൾ ചെയ്ത ആ ഒരു കാര്യം അത്രയ്ക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാ പറയാനാ, ഒത്തിരി ഒത്തിരി മിസ് ചെയ്യുന്നു മക്കളെ. ഞാനിപ്പോ നാട്ടില് മക്കളെ നേരിട്ട് കണ്ടിട്ട് 2.5 വർഷം കഴിഞ്ഞു. അപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. അതുപോലെ തന്നെ അവരും നന്നായിട്ട് മിസ്സാക്കുന്നുണ്ട്. അവർ പറയും, അമ്മ മതി, വായു, നമുക്ക് ഉള്ളതുപോലെ ജീവിക്കാം ഇപ്പോ, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അറിയാമല്ലോ എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ. നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ജോലി ചെയ്തിട്ടായാലും ജീവിക്കാൻ പറ്റും. പക്ഷേ അവിടുത്തെ ഓരോരോ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാലോ. പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ പാരമ്പര്യ സ്വത്തുക്കളോ അല്ലെങ്കിൽ സ്ത്രീധനം കിട്ടിയ വകയില അങ്ങനെ സ്വത്തുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഞാനിവിടെ വന്നതിൽ പിന്നെയാണ് ഞങ്ങൾക്കൊരു ഭവനം പോലും ആയത്. അപ്പോൾ അതിന്റെ കുറെ ബാധ്യതകളൊക്കെ ഉണ്ട്. ഒരിക്കലും ഞാൻ ദാരിദ്ര്യം ഇവിടെ പറയുന്നതല്ല, ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു ബാധ്യതകൾ എൻ്റെ മക്കളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് പോകാനായിട്ട് എനിക്കൊരു ആഗ്രഹവും ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ എന്നാ പറയാനാ, നമ്മളുടെ മക്കളുടെ ആഗ്രഹം പോലെയൊക്കെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നമ്മളുടെ ആരോഗ്യം ഉള്ളിടത്തോളം നമ്മൾ ജോലി ചെയ്ത് ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരിക്കലും നമുക്ക് മറ്റുള്ളവർക്കൊരു ഭാരമാകാതെ അങ്ങനെ ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. ഒട്ടുമിക്കവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എന്നാലും എൻ്റെ ഒരു വിഷം പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഗിഫ്റ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജോലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ആക്കിയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുള്ളവർ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി, ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട. അപ്പോൾ എന്താ പറയാ, എല്ലാവർക്കും ഓരോ സബ്ജക്റ്റ് ഇഷ്ടമാകണമെന്നില്ലല്ലോ. അപ്പോൾ അവരവരുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. വേറെ എന്താ പറയാ, അപ്പോൾ ഓക്കെ, ഞാൻ ഓരോരോ ഗിഫ്റ്റും കാര്യങ്ങളും, പക്ഷെ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് പതുക്കെയാണ് പറയുന്നതെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു പറയുന്ന അതൊക്കെ. പക്ഷെ എനിക്ക് ആ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അത് കേൾക്കത്തില്ല, ചെറിയ സൗണ്ട് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഫൈനലി ഞാൻ ഈ ഒരു ഗിഫ്റ്റ് എല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ, ഞാൻ പറഞ്ഞില്ല 40 ഗിഫ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ
അത് ഓരോന്നോരോന്ന് നമ്മൾ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ നമ്മൾ പരിമിതികൾ കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം എന്നോട് ഇവര് പറഞ്ഞിരുന്നു അതിൽ ലേഡീസിൻ്റെതായ സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അത് തപ്പി തപ്പി ഇരിക്കുകയായിരുന്നു. പക്ഷെ അത് ഒരു കവറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അമ്മ എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞാനതിങ്ങനെ തപ്പി തപ്പി ഇരിക്കുകയായിരുന്നു. നോക്കിയിട്ടും കിട്ടുന്നു. അത് ഏറ്റവും അവസാനമാണ്. ഞാൻ ഇപ്പൊ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കില്ല. അപ്പൊ അത് ഏറ്റവും അവസാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ഫേസിലുണ്ടാകുന്ന എക്സ്പ്രഷൻസ് മനസ്സിലാകും. കാരണം ഞാൻ ഈ ഒരു ഗിഫ്റ്റ് തന്നിരുന്നുവെങ്കിലും അതൊരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. കാരണം ഇപ്പോ അത് കണ്ടു തന്നെ അത് മനസ്സിലാക്കണം കേട്ടോ, എന്നാലാണ് നമുക്കതൊരു രസമായിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോ ഉടനെ നാട്ടിൽ വന്നാലും നമുക്ക് എന്നാ പറയാനാ, അവിടുത്തെ ജോലിയും അവിടുത്തെ കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാലോ. അപ്പോ അത് വെച്ചിട്ടൊന്നും നമ്മളുടെ ബാധ്യതകളൊന്നും ഒരിക്കലും തീരത്തില്ല. പിന്നെ നമ്മുടെ എന്നാ പറയാനാ, നാട്ടിലെ സാഹചര്യങ്ങളും കാരണങ്ങളും. പക്ഷെ അവിടെ ജീവിച്ചിരുന്ന സമയത്ത് ജീവിച്ചിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല ഒരിക്കലും. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ ഒരാളുടെ മാത്രം സാലറിയും പോരാ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതൊന്നും ചെയ്ത് തീരാനും പോകുന്നില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈ വീഡിയോ എടുത്ത സമയത്ത് തിങ്സ് ഒക്കെ നമ്മൾ ഓരോന്ന് എടുത്തെടുത്ത് കാണിക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റും. പിന്നെ അത് കഴിയുമ്പോൾ എനിക്കത് എന്താണെന്നൊക്കെ ഉള്ളത് ഇതിൽ വീഡിയോയിൽ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിതിങ്ങനെ ഓർത്തിരിക്കുകയല്ലല്ലോ. ജോലിയുടെ ഇതിൽ ഭയങ്കര മറവിയാണ്. അപ്പൊ എല്ലാം മറന്നുപോയി. അപ്പൊ ഓരോന്നോരോന്ന് പെട്ടിന്ന് എടുക്കുമ്പോഴേ പറയണമല്ലോ. അപ്പോ പെട്ടിന്ന് എടുക്കുമ്പോഴേ പറയാനായിട്ട് എനിക്കിത് എന്താണെന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ വിശേഷങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ മക്കളെ പരിചയപ്പെടുത്തി. പിന്നെ ഹസ്ബൻഡ് വീട്ടിലുണ്ട്, ചെറിയൊരു ജോലിയുമായിട്ടൊക്കെ അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാനിപ്പം ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിച്ച് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇതൊരു ലിപ്റ്റിക്കാണ് കേട്ടോ. പക്ഷെ എൻ്റെ മക്കൾക്ക് നല്ലതായിട്ട് എൻ്റെ ടേസ്റ്റ്, എൻ്റെ ഒരു ഇഷ്ടങ്ങളെല്ലാം അറിയാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ഓരോ ഗിഫ്റ്റും അതിനനുസരിച്ചിട്ടാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മൾ കാത്തിരുന്ന, നമ്മളല്ല ഞാൻ കാത്തിരുന്ന ആ ഒരു ഗിഫ്റ്റ്. എന്നോട് പറഞ്ഞിരുന്നു പിന്നെ ഈ ലേഡീസിന്റെ സാധനമാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ലേഡീസിന്റെ സാധനം പറഞ്ഞിട്ട് ആ ഒരു കവറ് പൊതിഞ്ഞു വെച്ചിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഒരു കവറിൽ ചെറിയ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് തുറക്കുമ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് നിങ്ങൾ കാണേണ്ടത്. അത് തുറക്കുമ്പോൾ നല്ലതായിട്ട് എന്നാ പറയാനാ, എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും എന്താണ് എന്നുള്ളത്. അപ്പൊ ഞാനത് കഷ്ടപ്പെട്ട് ഇങ്ങനെ തുറക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു. കണ്ടോ എൻ്റെ ഫേസ് പെട്ടെന്ന് മാറിയത് കേട്ടോ. കാരണം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുണ്ടായിരുന്ന ഒരു സാധനമാണ്. അവരെൻ്റെ മനസ്സറിഞ്ഞതുപോലെ തന്നെ അവരത് എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ എനിക്കത് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം ഇത്രയ്ക്കും ഇവരെൻ്റെ മനസ്സറിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ എന്നുള്ളത് ഓർത്തിട്ടാണെങ്കിൽ എനിക്ക് അതിയായ സന്തോഷവും അവരോട് ഭയങ്കരമായിട്ട് ബഹുമാനമൊക്കെ തോന്നിയൊരു നിമിഷമായിരുന്നു. കാരണം എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു സാധനം. അപ്പോൾ വേറെ ഒന്നുമില്ല, ഫോണാണ്. ഫസ്റ്റ് കീസ്, അതിൻ്റെ ഫോൺ കീസാണ് കാണിക്കുന്നത്. കണ്ടോ ഫോൺ. എനിക്കത് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം കണ്ടില്ലേ. കാരണം എനിക്ക് അത്രയും അർജന്റായിട്ട് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നാട്ടിൽ പരം പോകാനോ വരാനോ, എനിക്ക് ആരെങ്കിലുമൊക്കെ നാട്ടിൽ പോകുന്നതോ വരുന്നതോ ഒന്നും എനിക്ക് അങ്ങനെ ഒരുപാട് ഇതല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല, ആരെങ്കിലും പോയാലും വന്നാലും ഒക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫോൺ മേടിച്ചും എൻ്റെ ഫോൺ, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് മേടിക്കാൻ പറ്റത്തുമില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആണ് അവര് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അത് കാരണം തന്നെ അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെ അവര് എനിക്ക്
ഈ ഫോണും കൂടെ വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് റെഡ്മി 14 പ്രോ ആണ് കേട്ടോ, 5Gയുടെ ഒരു ഫോണാണ് മേടിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തിനാ എത്ര വില പിടിച്ച സാധനങ്ങൾ മേടിച്ചതെന്ന്. അപ്പോൾ പറഞ്ഞു അവര് കാരണം അവർക്കറിയാം എനിക്ക് ഒരുപാട് വിലകൾ ഉള്ള സാധനങ്ങൾ എന്തോ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര വിഷമാണ്, ഈ ഇത്ര പൈസ ആയല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ അത് പറഞ്ഞു, എന്തിനാ ഇത്ര റേറ്റുള്ള സാധനം മേടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോ പറഞ്ഞു, അമ്മ ഇപ്പോ യൂട്യൂബിലുണ്ട്, വീഡിയോസ് ഒക്കെ ചെയ്യുന്നില്ലേ, അപ്പൊ അമ്മ പറഞ്ഞിട്ടില്ലേ എപ്പോഴും സ്റ്റോറേജ് ഒക്കെ ഫുള്ളായിട്ട് കുറെ നാളായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ട് അമ്മ വഴക്കൊന്നും പറയാതെ അതെടുത്തിട്ട് ഇനി സൂപ്പറായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ എന്നെ സമാധാനിപ്പിച്ചത് കേട്ടോ. എന്നാലും എൻ്റെ ഇത് എന്താ ഇടയ്ക്കിടയ്ക്ക് ഒരു വിഷമമുണ്ട്, ഇത്രയും വില കൂടിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞാൻ അവർക്ക് അതിന് ഒരുപാട് താങ്ക്സും ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എക്സ്പെഷ്യലി അത് എല്ലാം മേടിച്ചു തന്ന കുട്ടിക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഞാൻ പറയാണ്. ആള് പേര് പറയണ്ട ചേച്ചി, പേരൊന്നും പറയല്ലേ, വേണ്ട, കാരണം ആളുടെ ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പേരൊന്നും പറയണ്ട. അങ്ങനെ വീട്ടിലറിയാതെയാണ് ഇവിടെ എനിക്ക് ഈ ഗിഫ്റ്റ് കൊണ്ട് തരാനായിട്ട് വന്നത്. അതുകൊണ്ട് വെറുതെ നമുക്ക് ഉപകാരം ചെയ്തിട്ട് കുട്ടിക്ക് ഉപദ്രവം ആകരുതല്ലോ, അങ്ങനെ. പിന്നെ ഈ ഫോൺ മേടിച്ചപ്പോൾ എനിക്ക് അതിന്റെ കളറ് പിന്നെ 4 ക്യാമറ നല്ല സൂപ്പറായിട്ട് തോന്നി കേട്ടോ. അതിന്റെ കളറും സെയിം, അതേപോലെ തന്നെ അതിന്റെ ഫോൺ കീസിന്റെ കളറും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഉടുപ്പില്ലേ, ഞാൻ ഇട്ടേക്കുന്ന ഉടുപ്പിന്റെ മാതിരിത്തെ കളറായിരുന്നു ഫോൺ കീസിന്റെ. പിന്നെ ഒരു എന്താ പറയണ്ടേ, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡായിരുന്നു ഫോണിന്റെ കളർ കേട്ടോ. അങ്ങനെ എൻ്റെ മക്കൾക്ക് ഈ ഒരു അവസരത്തിൽ ഒരുപാട് സ്നേഹവും ഒരുപാട് നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഇതിപ്പോൾ നടന്നത്. അത് തികച്ചും യാദൃശ്ചികമായിട്ട് ഈ ഒരു വാർ നടക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഇത്രയും വലിയ ഗിഫ്റ്റ് അവരെന്നെ ഗിഫ്റ്റ് ചെയ്ത് സന്തോഷിപ്പിച്ചതിൽ, അവർ ഗിഫ്റ്റ് ചെയ്തതല്ല, അവരുടെ ആ ഒരു പ്രസന്റേഷനാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഞാൻ എപ്പോഴോ പറഞ്ഞിരുന്ന ഒരു കാര്യം അവരത് ഓർത്ത് വെച്ച് എനിക്ക് അവർ ഇത്രയ്ക്കും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ അവർ തന്നെ തന്ന ഒരു ടെഡി ബിയറിന്റെ ഗിഫ്റ്റ് അത് എടുത്തു വെച്ചിട്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.